കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. വിജയനെ കൊലപ്പെടുത്തത് ഭാര്യയുടെയും മകന്റെയും സഹായത്തോടെയെന്ന് നിതീഷിന് മൊഴി. ഇരുവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. മുഖ്യപ്രതി നിതീഷ് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം കുഞ്ഞിന്റെ മൃതദേഹം തൊഴുത്തിനുള്ളിൽ കുഴിച്ചുമൂടി. കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീടിന് തറ പൊളിച്ച് ഇന്ന് പരിശോധന നടത്തും. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, ഈ രണ്ട് കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങുന്നുണ്ട്. എന്താണ് പ്രതി നിതീഷ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പറഞ്ഞത്? എന്തിനാണ് ഈ രണ്ട് കൊലപാതകങ്ങളും എന്ന് പ്രതി പറയുന്നുണ്ടോ? ഒപ്പം ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ നടപടികൾ അത് എപ്പോഴാണ്, എങ്ങനെയാണ്? പ്രജിൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കട്ടപ്പനയിലെ ഈ രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എഫ്ഐആറിൽ അത്തരം പരാമർശങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ഈ വിഷ്ണുവിന്റെ സഹോദരിക്ക് ഉണ്ടായ കുട്ടിയാണ് ഈ കൊല്ലപ്പെട്ടത്. ഈ കുട്ടി ഉണ്ടായതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് കൊലപാതകം എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനടുത്തുള്ള, അന്ന് അവർ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള തൊഴുത്തിൽ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ എഫ്ഐആറിൽ പറയുന്ന കാര്യം, ഈ വിജയൻ ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ആഗസ്റ്റിൽ കൊല്ലപ്പെട്ട വിജയൻ ഈ കുട്ടിയെ, ഈ നവജാത ശിശുവിനെ കാലിൽ തൂക്കി നിതീഷിന്റെ കയ്യിൽ കൊടുത്തുവെന്നും അതിനുശേഷം നിതീഷ് ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച്, തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം 2023 രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്, വിജയന്റെ കൊലപാതകം നടക്കുന്നത്. അത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിതീഷിന്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു, അതുപോലെ തന്നെ, അതായത് വിജയന്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ ഭാര്യ എന്നിവർക്കും പങ്കുണ്ട്. ഈ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്ക് മേലെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വിജയൻ പ്രായാധിക്യം മൂലം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിജയനെ ഇല്ലാതാക്കാൻ വകവരുത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിഷ്ണു പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയനെ ഈ വീട്ടിൽ, നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് കുഴിച്ചിടുകയും കൊലപ്പെടുത്തിയതിനു ശേഷം കുഴിച്ചിടുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിൽ വിശദമായ പരിശോധന ഉണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ തെളിവെടുപ്പ് നടക്കുക. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നിതീഷിനെ രാവിലെ 8 മണിയോടുകൂടി ഈ കഞ്ചിയാറിലെ വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. 8 മണിയോടുകൂടി തറ പൊളിച്ച് പരിശോധിക്കാനാണ് നീക്കം. ഇന്നലെ നിതീഷിനെ ആദ്യം കസ്റ്റഡിയിൽ വിട്ടത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. പിന്നീടാണ് ഈ കൊലപാതക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. 2 കേസുകളാണുള്ളത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസ്, അതുപോലെ തന്നെ വൃദ്ധൻ, അതായത് വിജയനെ കൊലപ്പെടുത്തിയ കേസ്. അങ്ങനെ 2 കേസിലുമായി വീണ്ടും എഫ്ഐആർ ഇട്ടു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. 8 മണിയോടുകൂടി ഈ തറ പൊളിച്ചുള്ള പരിശോധന തുടങ്ങും. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകിയത്.